ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. ഞങ്ങൾ ദുബായിലെത്തിയിട്ട് ഫസ്റ്റ് വീക്കാണ് കേട്ടോ. മിൽക്ക്. അപ്പോൾ ഞങ്ങൾ വേറെ എവിടെയും പോയില്ല, വീട്ടിലിരുന്നപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു വാ വെറുതെ ഒരു റൈഡ് പോയിട്ട് വരാമെന്ന്. അപ്പോൾ അങ്ങനെ പോയി പാലൊക്കെ വാങ്ങിച്ചു കാറ്റൽ മാർക്കറ്റിൽ പോയിട്ട്. അപ്പോൾ അവിടെ നിന്ന് പാല് വാങ്ങിയിട്ട് അങ്ങനെ വരുമ്പോൾ പവി പറയണു എനിക്ക് ഐസ്ക്രീം വേണം പറഞ്ഞു. അപ്പോൾ നാട്ടിലുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് അവൾക്ക് ഓർമ്മ വന്നപ്പോൾ വേണം എന്ന് പറഞ്ഞിട്ട് ശരി പോകുമ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ വിചാരിച്ചു. കിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവനില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇവിടെ അടുത്ത് തന്നെയായിരുന്നു, പോയിട്ട് വരാൻ വിചാരിച്ചിട്ട് പോയി. മാക്ഡൊണാൾഡ് പോയിട്ടാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. പവി കണ്ടോ ഐസ്ക്രീം കിട്ടുന്നു പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലുണ്ടായിരുന്നു. കണ്ടോ വാങ്ങിച്ചിട്ട് അവിടെ നിൽക്കുമ്പോൾ പവിക്ക് അവർ വിളിച്ചിട്ട് ക്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ഓടിപ്പോയി ക്യാപ്പൊക്കെ ഇട്ടിട്ട് വന്നു.
ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാർട്ടി ഹാളാണ് കേട്ടോ. ഇവിടെയും വേണമെങ്കിൽ നമുക്ക് വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ഒരു ദിവസം ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സീറ്റും ഇതെല്ലാം ഉണ്ട്. ഇവിടെ തന്നെ ഫുഡും എല്ലാം കിട്ടും. അത് കഴിഞ്ഞിട്ട് ന്യൂട്രൽ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ട്രൈ ചെയ്തു, ഒരു സെക്കൻഡ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പീനട്ടും കുറച്ച് ആൽമണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായി ഫ്രൈ ചെയ്തിട്ട് പീനട്ടിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റിമൂവ് ചെയ്തിട്ടാണ് മിക്സിയിലിട്ടിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തത്. നന്നായി ഗ്രൈൻഡ് ആവണം, നൈസായിട്ട് അരയണം കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ട് അരയ്ക്കണം. പിന്നെ ഞാൻ ഷുഗറിന് പകരം ശർക്കരയാണ് യൂസ് ചെയ്തത്. പിന്നെ ഗീ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എൻ്റെ കയ്യിൽ കൊക്കോ പൗഡർ ഉണ്ടായിരുന്നു. അത് 2 സ്പൂൺ ഇട്ടു. അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ വരുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തു എടുത്തു. നമുക്ക് കുറച്ച് കൺസിസ്റ്റൻസി നോക്കിയാൽ മനസ്സിലാവുമല്ലോ, ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുന്ന മാതിരി. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ വേണമെങ്കിൽ കുക്കിംഗ് ഓയിൽ, ഈ സൺഫ്ലവർ അതേമാതിരിയുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ ഗീ ആണ് കേട്ടോ എടുത്തത്. വേറെ ഫ്ലേവറുള്ള എണ്ണയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച്. അപ്പോൾ മോനെ കിച്ചുവിന് സ്കൂളിലെല്ലാം കൊണ്ടുപോകണമെങ്കിൽ ബ്രെഡൊക്കെ എടുത്തിട്ട് പോകുന്നില്ല. ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തീൻ്റെ കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈസി ആയിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Please subscribe.